Hi friends, welcome to Craftwonders. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു തുണിയിൽ എങ്ങനെയാണ് ചായം മുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഡൈ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. കുറച്ച് നാൾ മുമ്പ് ഞാൻ എൻ്റെ ഒരു ചുരിദാറിൽ ഒരു ചായം മുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് ആ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം, വീണ്ടും അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഡൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ എല്ലാം പറഞ്ഞു തരാം. ഞാൻ ഈ ഫാബ്രിക് ഡൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഡൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ഇങ്ങനെ ഒരു പാക്കറ്റ് ആയിട്ടാണ് വാങ്ങിച്ചത്. ഇതിൽ ഒരുപാട് എണ്ണം ഉണ്ട്, ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. 550 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചത്. അപ്പോൾ ഈ പാക്കറ്റിൽ 10 കളേഴ്സ് ഉണ്ട്. അപ്പോൾ 10 ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരു ബ്ലൂ കളറാണ് അല്ലെങ്കിൽ ബ്ലാക്ക് കളറാണ്, നിങ്ങൾക്ക് ആ ഒരു പാക്കറ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒറ്റ പാക്കറ്റ് ആയിട്ട് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഇനിയിപ്പോൾ മെയിനായിട്ട് വന്ന ഡൗട്ട്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചായ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കളർ പോകുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു പാക്കറ്റും ഒപ്പം സോൾട്ടും മിക്സ് ചെയ്തിട്ട് ചെയ്തതാണ്. പക്ഷെ എൻ്റെ കളറൊന്നും പോയിട്ടില്ല. പിന്നീട് ഇങ്ങനെ കഴുകി അത് ഫെയ്ഡ് ആവുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡൈ ഫിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് കിട്ടും. ഈ പാക്കറ്റ് നമ്മൾ ഡൈ ചെയ്തതിന് ശേഷം ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതും കൂടി ഫാബ്രിക്കിൽ മുക്കി കൊടുത്തു കഴിഞ്ഞാൽ കളർ തീരെ പോവുകയില്ല, അത് ലാസ്റ്റായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. പിന്നെ ഇതോടൊപ്പം ഒറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് വന്നത് കളർ പോകുമോ എന്നുള്ളതാണ്. അത് ഞാനിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ ചോദിച്ച ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏതൊക്കെ തുണിയിലാണ് നമുക്ക് ചായം മുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാ ക്ലോത്തിലും നമുക്ക് ഡൈ ചെയ്യാൻ പറ്റും. മെയിൻലി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡൈ ചെയ്യുന്ന സമയത്ത് ഇപ്പം കോട്ടൺ, ലിനൻ അങ്ങനെയുള്ള മെറ്റീരിയൽസിൽ നമ്മൾ സോൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡൈ ചെയ്യുന്നത്. സോൾട്ടും കളറും യൂസ് ചെയ്തിട്ട്. സിൽക്ക്, വൂള്, നൈലോൺ അങ്ങനെയുള്ള ക്ലോത്തുകളിൽ നമ്മൾ സോൾട്ടിന് പകരം നമ്മൾ വിനെഗർ യൂസ് ചെയ്യുന്നു. അപ്പോൾ അത്രയുള്ള വ്യത്യാസം ഓൾമോസ്റ്റ് എല്ലാ ക്ലോത്തിലും നമുക്ക് ഡൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഫാബ്രിക്കിൽ ഡൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു സാരിയിൽ എങ്ങനെയാണ് ഡൈ ചെയ്യാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഡൈ ചെയ്യാനായിട്ട് ഇതാ ഇവിടെ എൻ്റെ ഒരു സെറ്റ് സാരി എടുത്തിട്ടുണ്ട്. ഇതിലെങ്ങനെയാണ് നമുക്ക് കളർ മുക്കുക എന്നുള്ളത് കാണിക്കാം. ഒപ്പം തന്നെ ഞാൻ ഇതിൽ ഒരു ചുങ്കിടി പാറ്റേൺ കാണിച്ചു തരാം. അതായത് നമ്മൾ ടൈ ഡൈ മെത്തേഡാണ്. അതും കൂടി ഒന്ന് നമുക്ക് ഇതിൽ പരീക്ഷിച്ചു ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇപ്പം ഞാൻ സാരി എടുത്തിട്ട് 4 മടക്കിയിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, 2 മടക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 4 മടക്കിയിട്ട് ചെയ്യാം. 4 മടക്കി ചെയ്യുമ്പോൾ വേഗം കഴിയും. അതുകൊണ്ടാണ് ഇത് വളരെ സിമ്പിളാണ്, ഈസിയാണ്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ വിരലെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടല്ലോ, ജസ്റ്റ് തുണിയിൽ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കാം. അതായത് നൂല് വെച്ചിട്ട് നമുക്കിവിടെ കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നൂല് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചിലവർ ഇതിൽ മണി വെക്കും, ബീഡ്സ് വെച്ചിട്ട് അതിൽ ചുറ്റും ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ല നിങ്ങൾക്കിപ്പോൾ അല്ലാതെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ബീഡ്സ് ഒന്നും യൂസ് ചെയ്യില്ല, വെറുതെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഇതുപോലെ അങ്ങനെ സാരി മൊത്തം ഇതുപോലെ ചെയ്യണം. അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മൾ നന്നായിട്ട് ഇതുപോലെ ചുറ്റിക്കൊടുക്കാം. അപ്പം ഈ ചുറ്റട ഭാഗത്ത് ഫുൾ വൈറ്റ് കളറായിരിക്കും, ബാക്കി ഭാഗത്ത് നമ്മൾ ഏത് കളറാണോ ഡൈ ചെയ്തത് ആ കളർ വരും. അതിന് വേണ്ടിയാണ്. അപ്പം ഞാനിതാ നന്നായിട്ടൊന്നിങ്ങനെ ചുറ്റിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതുപോലെ അടുത്തത്. അപ്പോൾ ഗ്യാപ്പ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഗ്യാപ്പ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അധികം സ്ഥലത്ത് വേണ്ട, ഇടയിൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യണത്. ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യണത്. അപ്പം അങ്ങനെ ലൈനായിട്ടൊന്നും വേണമെന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ പോലെ. ഞാൻ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ് ചെയ്യണത്. മെയിനായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഭാഗം വരുമല്ലോ, നമ്മുടെ മുന്താണിയുടെ ഈ ഒരു ഭാഗം, അത് നിങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കുക. കാരണം അവിടെ കെട്ടിടണമെന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗം വരുമ്പോൾ ജസ്റ്റ് ആ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം മാത്രം കെട്ടിട്ട് കൊടുക്കുക. കാരണം ആ ഭാഗത്ത് ആ ഡിസൈൻ വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അത് നമ്മൾ ജസ്റ്റ് ഒരു ബോർഡർ പോലെ കൊടുക്കുന്നതാണ്.
അപ്പോൾ ബാക്കിയുള്ളിടത്ത് മാത്രം അങ്ങനെ അതൊഴിച്ച് ബാക്കിയുള്ളിടത്ത് മാത്രം നമുക്കിതുപോലെ കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു പാറ്റേണിൽ നമ്മൾ സാരി മൊത്തം നമ്മൾ ടൈ ചെയ്തിട്ടുണ്ട്. കണ്ട സാരി മൊത്തം ഞാൻ ടൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡൈ ചെയ്യാൻ വയ്ക്കാം. അത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്ലൂ കളറാണ്. ബ്ലൂ കളറിൽ ഡൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു പാക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലോത്ത് മുങ്ങത്തക്ക രീതിയിൽ അത്ര അധികം വെള്ളം എടുക്കണം. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് ഡൈ പൗഡർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം. സോൾട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ വലിയ ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് 1, 2, 3 കപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 3 പാക്കറ്റ് 4 പാക്കറ്റൊക്കെയാണ്, അതിനനുസരിച്ചിട്ട് സോൾട്ട് നമ്മൾ ആഡ് ചെയ്യണം. അത് നമ്മുടെ ക്ലോത്തിൻ്റെ ഇതനുസരിച്ച് നിങ്ങളുടെ ഒരു ഐഡിയ പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ സോൾട്ടും അതുപോലെ ഡൈ പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് സാരി മുക്കി കൊടുക്കാം. നമ്മൾ പ്രീ വാഷ് ചെയ്തിട്ട് മുക്കണ ഏറ്റവും നല്ലത്. ഞാനപ്പോൾ സാരി കഴുകിയിട്ടില്ല. സാരി കഴുകിയിട്ട് അതൊന്ന് വെള്ളമൊക്കെ പിഴിഞ്ഞതിന് ശേഷം മുക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഏത് ക്ലോത്താണ് നിങ്ങൾ എടുക്കുന്നത് ആ ക്ലോത്ത് ഒന്ന് കഴുകിയതിന് ശേഷം നിങ്ങൾ ചെയ്യാണ് നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് ഇടരുത്, അപ്പോൾ നമുക്ക് കളർ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എങ്കിലാണ് എല്ലാ ഭാഗത്തേക്കും കളർ പിടിക്കുകയുള്ളൂ. അങ്ങനെ ഒരു 30 മിനിറ്റ്സ്, അതായത് 20-30 മിനിറ്റ്സോളം നമ്മളത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഈ ഡൈ ഫിക്സ് ആഡ് ചെയ്യാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നീട് കളറ് ഫെയ്ഡ് ആവാതിരിക്കാനും അതുപോലെ കളറ് പോവാതിരിക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഡൈ ഫിക്സ് ആഡ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഇത് ഒരു 30 ഗ്രാമിൻ്റെതാണിത്. ഇപ്പോൾ ഒരു സാരിക്കൊക്കെ അല്ലെങ്കിൽ ഒരു ചുരിദാർ, ഒരു ജീൻസിനൊക്കെ ഈ ഒരു ഒറ്റ പാക്കറ്റ് മതിയാവും. പിന്നെ നിങ്ങളുടെ ക്ലോത്ത് വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പാക്കറ്റ് 2 പാക്കറ്റ് 3 പാക്കറ്റൊക്കെ യൂസ് ചെയ്യാം. ഇത് നോർമൽ വാട്ടറാണ്. ഈ നോർമൽ വാട്ടറിൽ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുക. ഈ സൊല്യൂഷൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി ഇത് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഇത് നമുക്ക് ഈ സൊല്യൂഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ്, ഒരു 10 മിനിറ്റ്സ് നമുക്കിതിൽ ഇങ്ങനെ മുക്കി വെക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ല വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണക്കാനിടാം. അതിന് മുമ്പ് ഞാനിവിടെ ചുങ്കിടിയുടെ പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചുങ്കിടിയുടെ ഇതങ്ങനെ നമ്മൾ കെട്ടിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നമുക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്കിതുപോലെ ഡൈ ചെയ്തെടുക്കാം. ഇത് ഏത് ക്ലോത്തിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.